Man whose father was colorblind marries a woman who had a colorblind mother and normal father. What percentage of male children of this couple will be colorblind? The options are 25%, 0%, 50%, and 75%. A man whose father was colorblind. അപ്പൊ ആദ്യം മാന്റെ ക്രോമസോം എഴുതാം. ഇതാണ് മാൻ. Whose father was colorblind. അപ്പൊ ഇത് ഫാദർ. ഫാദർ വാസ് colorblind. അപ്പൊ അവിടെ ഒരു സി സിമ്പിൾ ഇടുക, colorblind. Y ക്രോമസോമിന് colorblind ജീൻ ഇല്ല. അപ്പൊ എക്സിനാണ് അത് വരിക. Marries a woman who had a colorblind mother. അപ്പൊ marries a woman. Who had a colorblind mother. For the woman's mother. But she is colorblind. Appo C. And normal father. The normal father. What percentage of male children of this couple will be colorblind? ഇത് ആദ്യം ക്രോസ് ചെയ്ത് നോക്കാം. ഈ മാൻ എങ്ങനെയാണ്? മാൻ ഇൻഹെറിറ്റ്സ് Y ക്രോമസോം. Y ക്രോമസോം ആണ് അച്ഛനിൽ നിന്ന് കിട്ടുക മാനിന്. ഈ X ക്രോമസോം മാന്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് കിട്ടിയത്. അപ്പൊ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ അത് പോട്ടെ. അപ്പൊ മാൻ ഹിയർ ഇവിടെ നോർമലാണ്. ഇനി വുമന്റെ കാര്യം നോക്കാം. വുമൻ ഗെറ്റ്സ് 1 X chromosome ഫ്രം ഹർ ഫാദർ. അപ്പൊ ഈ X chromosome ഫാദറിൽ നിന്ന് കിട്ടി. 1 X chromosome ഫ്രം ഹർ മദർ. അപ്പോ വുമൺ ഒരു കളർബ്ലൈൻഡ് ജീൻ X ക്രോമസോമിലുണ്ട്. അപ്പൊ വുമൺ ഒരു കാരിയർ ആണ്. ഇതാണ് പേരൻസിന്റെ ജീനോടൈപ്പ്. അവർ ചോദിക്കുന്നത് വാട്ട് പെർസെന്റേജ് ഓഫ് മെയിൽ ചിൽഡ്രൻ ഓഫ് ദിസ് കപ്പിൾ വിൽ ബി കളർബ്ലൈൻഡ്. അപ്പൊ അത് നമ്മൾ ക്രോസ് ചെയ്ത് നോക്കാം. XX XCY XY. ഇത് രണ്ടും ഡോട്ടേഴ്സ് ആണ്. ഇത് രണ്ടും സൺസ് ആണ്. ക്വസ്റ്റ്യൻ വാട്ട് പെർസെന്റേജ് ഓഫ് മെയിൽ ചിൽഡ്രൻ ആണ്. മെയിൽ ചിൽഡ്രൻ. വാട്ട് പെർസെന്റേജ് ഓഫ് മെയിൽ ചിൽഡ്രൻ ഓഫ് ദിസ് കപ്പിൾ വിൽ ബി കളർ ബ്ലൈൻഡ്. അപ്പൊ ഇതില് സൺസില് 50% സൺസ് ആർ കളർ ബ്ലൈൻഡ്. ഈ 50% നോർമലാണ്. ഈ 50% സൺ കളർ ബ്ലൈൻഡ്. അപ്പോ ആൻസർ എന്തായിരിക്കും? ആൻസർ ഇതായിരിക്കും, C 50%.